ഒരുപാട് ഈ സെക്യൂരിറ്റിയുടെ ആസ്പെക്ട്സിലുള്ള ഭീഷണികൾ അവർ നേരിടുന്നുണ്ട്. കാരണം അവരുടേതായിട്ടുള്ള ഒരുപാട് വാല്യുബിൾ ഡോക്യുമെൻസും ഈ പറയുന്ന ഇൻ്റർനെറ്റിലൂടെ ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കൺസ്യൂമേഴ്സും അധികം എന്ത് ചെയ്യുന്നില്ല, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ ലാക്ക് ഓഫ് സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അവരും അത് പേടിക്കുകയാണ്. അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറിയാണ് അധികം സെലക്ട് ചെയ്യുന്നത്. അവിടെ ഇപ്പം നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഈ ഇൻ്റർനെറ്റിൽ കൂടെ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സെക്യൂരിറ്റി ഡിഫിക്കൽട്സ് ഫോം ചെയ്യുന്നുണ്ട് ഇപ്പോഴും. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഇ-കോമേഴ്സിൽ ഹൈലി കോമ്പറ്റീറ്റീവ്നെസ് നമുക്ക് സക്സസ് ചെയ്യണമെങ്കിൽ ശരിക്കും ഓരോ ബിസിനസ് ഓർഗനൈസേഷനും നമ്മളുടെ ഈ പറയുന്ന ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ത്രെഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല, ആ ത്രെഡ്സിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ അത് ഓവർകം ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് ഓരോന്നും ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റാനും ആ കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസിലൂടെ അവർക്ക് കസ്റ്റമേഴ്സിന് ലോയൽറ്റിയും അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവർക്ക് മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കാനായിട്ടും അവർക്ക് ഈ ഇ-കോമേഴ്സിൽ പറ്റുകയും ചെയ്യും. ഓക്കെ, നമ്മളുടെ ഈ ഇ-കോമേഴ്സിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഓരോന്നും 2 മാർക്സിനായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എസ്സേ ആയിട്ട് വാട്ട് ആർ ദ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ഇ-കോമേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. സ്പൂഫിംഗ്, സ്നൂപ്പിംഗ് ആൻഡ് സ്നിഫിംഗ്, അങ്ങനെ 3 കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ. അപ്പം വാട്ട് ഈസ് സ്പൂഫിംഗ് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് സ്നൂപ്പിംഗ് എന്ന് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് സ്നിഫിംഗ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതിൽ ആദ്യം വരുന്നത് സ്പൂഫിംഗ് ആണ്. SPOOFING, സ്പൂഫിംഗ്. എന്താണ് സ്പൂഫിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ നല്ല വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് അതേപോലെ സിമിലർ ആയിട്ട് ലോ കോസ്റ്റിൽ ചില ആൾക്കാർ ഫ്രോഡായിട്ടുള്ളവർ എന്ത് ചെയ്യും, സിമിലർ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യും. സോ നമ്മുടെ കസ്റ്റമേഴ്സ് അത് അറിയാതെ ആ ലോ കോസ്റ്റുള്ള വെബ്സൈറ്റിലേക്ക് ചെന്ന് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അവർ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കും. അപ്പം ഇല്ലീഗലായിട്ട് ആ ഫ്രോഡ്സ് എന്ത് ചെയ്യും, അതിലൂടെ കസ്റ്റമേഴ്സിൽ നിന്നും ഉള്ള ട്രാൻസാക്ഷനിൽ നിന്ന് അമൗണ്ട്സ് ഒക്കെ അവർ എടുത്തെടുക്കും. പിന്നെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഓർഡർ പ്ലേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഓർഡർ വരാതെ വരുമ്പോഴാണ് കസ്റ്റമേഴ്സ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല, കസ്റ്റമേഴ്സ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെയും അവർ ചോർത്തിയെടുക്കുക ചെയ്യുന്നത്. അതാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇനി സ്നൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പറയുന്ന ഓരോ ബിസിനസ് കൺസേൺസിന് നമുക്കറിയാം പുറത്തുനിന്നുള്ള ചില വെൻഡേഴ്സ്, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ വെൻഡേഴ്സാണ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരുടെ വെബ്സൈറ്റിൽ ഈ പറയുന്ന അവരുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഡിസേബിൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ആ ബിസിനസ് കൺസേൺസിന് അവർക്കതിന് വേണ്ട നോളേജ് ഉണ്ടാവില്ല. ഈ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ എനേബിൾ ആക്കണം എന്നുള്ള ചിലപ്പോൾ നോളേജ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും ഈ അറ്റാക്കേഴ്സിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ഷോപ്പേഴ്സിൻ്റെ സിസ്റ്റത്തിൽ കയറി അവർക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അവിടുന്ന് ചോർത്തിയെടുക്കും. അപ്പോൾ പലപ്പോഴും സാത്താൻ എന്ന് പറഞ്ഞുള്ള ടൂൾസൊക്കെ ഈ അറ്റാക്കേഴ്സ് യൂസ് ചെയ്ത് ഈ ഷോപ്പേഴ്സിൻ്റെ സിസ്റ്റത്തിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഡിസേബിൾ ആയിട്ട് കിടക്കുന്ന സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് അവിടെ നിന്നും അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഫയൽ സിസ്റ്റത്തിൽ നിന്നും എല്ലാ പേഴ്സണൽ ഇൻഫർമേഷൻസും പാസ്വേഡ്സ് എല്ലാം ചോർത്തിയെടുക്കുന്നുണ്ടാവും. അതാണ് സ്നൂപ്പിംഗ് അല്ലേ. അപ്പോൾ സ്പൂഫിംഗ് എന്താണെന്ന് മനസ്സിലായി, സ്നൂപ്പിംഗ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഈ സ്നിഫിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ അറ്റാക്കേഴ്സ് അവരെന്ത് ചെയ്യുന്നു, മർച്ചൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും സെർവറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിനെ മോണിറ്റർ ചെയ്ത് ഗ്രാബ് ചെയ്യുന്നു. അങ്ങനെ മെർച്ചൻറ്റിൻ്റെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും, ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ ചോർത്തിയെടുക്കും. സാധാരണഗതിയിൽ നമ്മുടെ മെർച്ചൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും സെർവറിലേക്ക് ഡേറ്റ
ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് പോവും. അതനുസരിച്ചിട്ട് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡേറ്റ ചെറിയ പീസുകളായിട്ട് ബ്രോക്ക് ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ ഡേറ്റ പാക്കറ്റ്സ് എന്ന് പറയും. ഈ ഡേറ്റ പാക്കറ്റ്സ് പല ഡിഫറെൻറ്റ് റൂട്ട്സിൽ കൂടെ പോയി അൾട്ടിമേറ്റ്ലി നമ്മുടെ സെർവറിലേക്ക് എത്തും. സെർവറിലേക്ക് എത്തുമ്പോൾ വീണ്ടും അത് റീകൺസ്ട്രക്ട് ചെയ്ത് ഒറിജിനൽ ഡേറ്റ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മുടെ അറ്റാക്കേഴ്സിന് ഈ പറയുന്ന ഡേറ്റ ബ്രേക്ക് ചെയ്തിട്ടുള്ള പാക്കറ്റ്സ് എല്ലാം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം പല ഡിഫറെൻറ്റ് റൂട്ട്സിൽ കൂടെ ആണുള്ളത് പോവുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡേറ്റാസ് ശരിയായിട്ടുള്ള രീതിയിൽ മോണിറ്റർ ചെയ്ത് ഗ്രാബ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ മെർച്ചൻ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ സെർവറിൻ്റെ അടുത്ത് നിന്നായിരിക്കും ഈ പറയുന്ന ഡേറ്റാസ് മോണിറ്റർ ചെയ്ത് ഗ്രാബ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെർച്ചൻറ്റിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഈ ഡേറ്റാസ് പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ആദ്യം ഒറ്റ റൂട്ടിൽ വന്നിട്ടാണ് പല ഡിഫറെൻറ്റ് റൂട്ട്സിലേക്ക് പോവുക. അപ്പോൾ ആ ഒറ്റ റൂട്ടിൽ വരുന്ന സമയത്ത് ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, അതിനെ ഗ്രാബ് ചെയ്യും. അല്ലെങ്കിൽ സെർവറിൻ്റെ സെർവറിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ പല റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള പാക്കറ്റ്സ് ഒന്നിച്ച് ഒരു റൂട്ടിലേക്ക് വന്നിട്ടാണ് സെർവറിലേക്ക് കയറുക. ആ ജംഗ്ഷനിൽ വെച്ചിട്ട് അവിടെ എല്ലാം ഗ്രാബ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്ത് ഡേറ്റ ഗ്രാബ് ചെയ്യുന്നത് സ്നിഫിങ്ങിലൂടെ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മെർച്ചൻ്റ് അവരുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് വയർലെസ് ഹബ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വയർലെസ് ഹബ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ വാങ്ങിച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഡിസേബിൾഡ് ആയിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ മെർച്ചൻറ്റിന് അത് അറിയാതെ അവരത് അങ്ങനെ തന്നെ വിട്ടിരിക്കും. അത് എനേബിൾഡ് ആക്കണം, പക്ഷെ അത് അങ്ങനെ വിട്ടിരിക്കും. അത് ശരിക്കും നമ്മുടെ അറ്റാക്കേഴ്സിന് വളരെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഡിസേബിൾഡ് ആവുന്നതുകൊണ്ട് ആ വയർലെസ് ഹബിൽ നിന്നും ഈ ഡേറ്റ പാക്കറ്റ്സ് വളരെ എളുപ്പത്തിൽ അറ്റാക്കേഴ്സിനെ ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതാണ് സ്നിഫിങ്. പിന്നെ വരുന്നത് ഗസ്സിങ് പാസ്വേഡ്സ്. നമ്മുടെ അറ്റാക്കേഴ്സിൽ ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അവർ ഒരു മെർച്ചൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ ഗസ് ചെയ്ത് കറക്റ്റായിട്ട് അവരുടെ പാസ്വേഡ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിലൂടെ ആ മെർച്ചൻറ്റിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ഗ്രാബ് ചെയ്യുന്നതായിട്ടും കാണാം. ഓക്കെ, ഈ പാസ്വേഡ് ഗസ്സിങ്ങിലൊക്കെ ഇപ്പോൾ അറ്റാക്കേഴ്സിന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഒക്കെ പറ്റും. കാരണം അവർക്ക് അതിനുള്ള ടൂൾസൊക്കെ ഉണ്ട്. എളുപ്പത്തിൽ നമ്മുടെ മെർച്ചൻറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ അവർക്ക് ആ ടൂൾസ് ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അവർ എളുപ്പത്തിൽ തന്നെ പല ഡിഫറെൻറ്റ് സൈറ്റിൽ നിന്നും ഒരേ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസ് എടുക്കുന്ന സംവിധാനങ്ങൾ അവർക്കുണ്ട്. പിന്നെ അൺഓതറൈസ്ഡ് ഡിസ്ക്ലോഷർ. ഇപ്പം ഈ പറയുന്ന നമ്മളുടെ ഇൻഫർമേഷൻസ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് അത് ട്രാൻസ്പെറൻറ്റ് വേയിൽ, യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ ട്രാൻസ്പെറൻറ്റ് വേയിൽ ആ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹാക്കേഴ്സിന് അത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ അൺഓതറൈസ്ഡ് ആക്ഷൻ, അതായത് ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ അൺഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സോ നമ്മുടെ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ സർവീസസ്, അതായത് അതിൻ്റെ ഓൾട്ടർ ചെയ്യാൻ അത് ഓൾട്ടർ ചെയ്യും. ആ വെബ്സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഓൾട്ടർ ചെയ്യും. സോ ദാറ്റ് ഒരു പൊട്ടൻഷ്യൽ ക്ലയൻറ്റിന് അതിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഓൾട്ടറേഷൻ്റെ ഒരു ഫീച്ചർ ഡിസേബിളായിട്ട് കിടക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. പിന്നെ എയ്വ്സ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് അത് ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത് അത് അൺപ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ഹാക്കേഴ്സ് അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യും, അവർ അത് ഗ്രാബ് ചെയ്തെടുക്കുന്ന സംവിധാനമുണ്ട്. അതാണ് എയ്വ്സ് ഡ്രോപ്പിംഗ്. പിന്നെ ഡേറ്റ ഓൾട്ടറേഷൻ. ഈ അറ്റാക്കേഴ്സ് തന്നെ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന കണ്ടൻറ്റ് എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യും, അവർ ഓൾട്ടറേഷൻസ് വരുത്തും. യൂസർ നെയിമിൽ ഓൾട്ടറേഷൻ വരുത്തും, അതുപോലെ നമ്മുടെ അമൗണ്ടിൽ ഓൾട്ടറേഷൻ വരുത്തി ഒക്കെ ചെയ്യാറുണ്ട്. അതാണ് ഡേറ്റ ഓൾട്ടറേഷൻ. ഓക്കെ, നമ്മളുടെ നെറ്റ്വർക്ക്സിൽ ഉണ്ടാകുന്ന ത്രെഡ്സ്, അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്ന ഇമെയിൽ അറ്റാച്ച്മെൻ്റ് ആണ്. അൺനോൺ ആയിട്ടുള്ള ഇമെയിൽസ് ചിലപ്പോൾ നമുക്ക് വരാറുണ്ട്. അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വൈറസ് എൻട്രി നടത്തി നമ്മളുടെ സിസ്റ്റം മൊത്തം അറ്റാക്ക് ചെയ്യും. പിന്നെ VPN ടണൽ വൾണറബിലിറ്റീസ്, അതായത് ഇപ്പോൾ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഒരു വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ
അതിലൂടെ ഹാക്കേഴ്സിന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ബ്ലെൻഡഡ് അറ്റാക്സ്, വൈറസ്, വേംസ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോംസ് എല്ലാം അറ്റാക്ക് ചെയ്യുന്ന പ്രവണത കാണാറുണ്ട്. പിന്നെ ഡൈവേഷണറി ടാക്ടിക്സ്, അതായത് ഇപ്പം വലിയ വലിയ ഓർഗനൈസേഷനിൽ ഒരുപാട് സെർവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സെർവറിലേക്ക് ഹാക്കേഴ്സ് വന്നതായിട്ട് കാണിക്കും. അത് അവിടുത്തെ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റേഴ്സ് കണ്ട് അവർ വേഗം അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളിൽ ബിസി ആകുമ്പോൾ അവർ അവിടെ നിന്ന് സ്ലിപ്പ് ചെയ്ത് മറ്റുള്ള നെറ്റ്വർക്ക് ഭാഗത്തിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുക. പിന്നെ ഡൗൺലോഡിങ് ടാക്ടിക്സ്, ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ എംപ്ലോയീസിന് നെറ്റ്വർക്ക് ആക്സസ് കൊടുത്തു, അവരത് മിസ്യൂസ് ചെയ്യുകയാണ്. ലൈക്ക് ഇപ്പോൾ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുക, മൂവീസ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പം മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുക, പ്രോൺസ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സപ്ലൈ ചെയിൻ പാർട്ട്നേഴ്സ് ആഡഡ് ടു ദ നെറ്റ്വർക്ക്, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ പുതിയതായിട്ടൊരു സപ്ലൈ ചെയിൻ ഓർഗനൈസേഷൻ വന്നു, നമ്മൾ അവർക്ക് ആക്സസ് കൊടുത്തു. അവർ വന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ജോബ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള ആക്സസ് നമ്മൾ ക്ലോസ് ചെയ്യുക വേണ്ടേ. പക്ഷേ അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലൂടെ അറ്റാക്ക് വരാനുള്ള സാധ്യത നമ്മുടെ സിസ്റ്റത്തേക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെ എന്തെങ്കിലും ബിസിനസ് ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ വേറെ ഡിഫറെൻറ്റ് ഫയൽ നെയിംസിലും ഒക്കെ ആയിട്ട് അത് ചിലപ്പോൾ അവരുടെ ഹോം കമ്പ്യൂട്ടേഴ്സിലേക്ക് ചിലപ്പോൾ മാറ്റും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ കോപ്പറേറ്റ് കോമ്പറ്റീറ്റേഴ്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതും നമുക്കൊരു ത്രെട്ടാണ്. പിന്നെ പിയർ ടു പിയർ ആപ്ലിക്കേഷൻ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ സെർവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ സെർവേഴ്സ് തമ്മിൽ പിയർ ടു പിയർ കണക്ഷനാണ്. ദറ്റ് മീൻസ് ഒരാൾക്ക് ഒരു സെർവറിലേക്ക് ആക്സസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി അയാൾക്ക് മറ്റുള്ള സെർവേഴ്സിലേക്കും ആക്സസ് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ അറ്റാക്കേഴ്സിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ഒരു സെർവർ വഴി ബാക്കിയുള്ള എല്ലാ സെർവറിലേക്കും എൻ്റർ ചെയ്യും. പിന്നെ ഇപ്പം നമ്മൾ മ്യൂസിക് അതുപോലെ വീഡിയോസൊക്കെ ബ്രൗസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ എംപ്ലോയീസ് മിസ്യൂസിങ് ആയിട്ട് ഓർഗനൈസേഷൻ നെറ്റ്വർക്കിലൂടെ മ്യൂസിക്കും വീഡിയോസൊക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പല വെബ്സൈറ്റിലേക്ക് എൻട്രി വരും. അത് ഈ പറയുന്ന യൂസറുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ എൻട്രി വന്നു കഴിയുമ്പോൾ അതുവഴിയും അറ്റാക്ക് വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ നെറ്റ്വർക്ക്സിലുള്ള ത്രെഡ്സും അതിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസും.